വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ്റെ 3ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 2 വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിനു ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഡാർവിനിൻ്റെ തിയറീനെ പറ്റിയിട്ടായിരുന്നു. ഡാർവിനിസം, അതായത് ആ ഗാലപ്പഗോസ് ഐലൻഡിൽ കണ്ടിട്ടുള്ള ഫിഞ്ചസിൻ്റെ കൊക്കുകളിലുണ്ടായിരുന്ന ഡിഫറൻസ് അനുസരിച്ച് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന തിയറീനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലാമാർക്കിസത്തിനെ പറ്റിയിട്ട്. ലാമാർക്കിൻ്റെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന തിയറീനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ 2 തിയറിയുടെയും, അതായത് ലാമാർക്കിസത്തിൻ്റെയും ഡാർവിനിസത്തിൻ്റെയും ഈ 2 തിയറികളും തമ്മിലുള്ള കമ്പാരിസൺസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് ഒരു ബോക്സ് പോലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതിനെ പറ്റി പറയുന്നത് ജിറാഫ് ഓഫ് ഏർലിയർ പീരീഡ് പോസസ് ഷോർട്ട് നെക്ക്, അതായത് ആദ്യകാലങ്ങളിൽ ജിറാഫിന് ചെറിയ കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ലാമാർക്കിസം അനുസരിച്ചിട്ടുള്ള തിയറിയിൽ പറയുന്നത്. പക്ഷെ ഡാർവിൻ്റെ തിയറിയിൽ എന്താണ് പറയുന്നത്? ജിറാഫ് വിത്ത് നെക്ക് ഓഫ് വേരിയിങ് ലെങ്ത്, ആദ്യകാലങ്ങളിൽ എന്താണ് വേരിയിങ് നെക്കായിട്ടുള്ള, അതായത് ചെറിയ കഴുത്തുള്ള ജിറാഫുകളും വലിയ കഴുത്തുള്ള ജിറാഫുകളും പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാണ് ഡാർവിൻ്റെ തിയറി അനുസരിച്ച് പറയുന്നത്. ലാമാർക്ക് എന്താണ് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത് ആദ്യകാലങ്ങളിൽ എന്താണ് ചെറിയ നെക്കുള്ള, ചെറിയ കഴുത്തുള്ള ജിറാഫുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ലാമാർക്ക് അദ്ദേഹത്തിൻ്റെ തിയറി വെച്ച് പറഞ്ഞത്. പക്ഷെ ഡാർവിൻ പറഞ്ഞത് വലിയ കഴുത്തുള്ള, മീഡിയം കഴുത്തുള്ള, വലിയ കഴുത്തുള്ള ജിറാഫുകളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഡാർവിൻ പറയുന്നത്. അതാണ് നമ്മുടെ ലാമാർക്കും ഡാർവിനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള അടുത്ത ഡിഫറൻസ്. ജിറാഫ് ബിഗൺ ടു സ്ട്രെച്ച് ദർ നെക്ക് ടു ഒബ്റ്റെയിൻ ഫുഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ലാമാർക്ക് പറഞ്ഞു ആദ്യകാലങ്ങളിൽ ജിറാഫിന് ചെറിയ കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ താഴെയുള്ള ഫുഡ് കഴിച്ച് ആ ഫുഡ് തീർന്നപ്പോൾ, ഫുഡിന് സ്കാർസിറ്റി ഉണ്ടായിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഫുഡിന് വേണ്ടിയിട്ട് വലിയ വലിയ മരങ്ങൾ എന്ത് ചെയ്തു? അന്വേഷിച്ചു പോയി. അപ്പോൾ അവർ കഴുത്ത്, ഇങ്ങനെ വലിയ മരമാകുമ്പോൾ കഴുത്ത് നീട്ടണമല്ലേ, അപ്പോൾ കഴുത്ത് നീട്ടി. അങ്ങനെ കഴുത്ത് നീട്ടിയപ്പോൾ ഈ ചെറിയ ജിറാഫുകൾ അതായത് ചെറിയ കഴുത്തുള്ള ജിറാഫുകൾ വലിയ കഴുത്തുള്ള ജിറാഫുകളായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതാണ് 2ാമത്തെ പോയിന്റായിട്ട് നമ്മുടെ ലാമാർക്കിസത്തിൽ പറയുന്നത്. ഡാർവിൻ എന്താ പറയുന്നത്? ഓൺലി ദ ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ് ഇൻ ദി കോമ്പറ്റീഷൻ ഫോർ ഫുഡ്. അപ്പം നമ്മുടെ ഡാർവിൻ പറഞ്ഞത് ആദ്യകാലങ്ങളിൽ വലിയ നെക്കുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു, മീഡിയം സൈസ് നെക്കുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു, പിന്നെ ലോങ് നെക്കുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫുഡിന് സ്കാർസിറ്റി അനുഭവപ്പെട്ടു, അതായത് ഫുഡിന് ദൗർലഭ്യം അനുഭവപ്പെട്ടപ്പോൾ വലിയ കഴുത്തുള്ള ജിറാഫുകൾ മാത്രമാണ് അവിടെ ജീവിച്ചത്. ചെറിയ കഴുത്തുള്ള ജിറാഫുകൾ എന്ത് ചെയ്തു? മരിച്ചുപോയി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഡാർവിൻ പറയുന്നത്. അപ്പോൾ നോക്കി, ലാമാർക്ക് പറഞ്ഞത് വേറെ, ഡാർവിൻ പറഞ്ഞത് വേറെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതാണ് അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ബൈ കണ്ടിന്യൂസ് യൂസ് ഓഫ് ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് എമർജൻ, അതായത് ലാമാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ നെക്കുള്ള ജിറാഫുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർ കഴുത്ത് നീട്ടി, അതായത് ഫുഡിന് സ്കാർസിറ്റി, ഫുഡിന് ദൗർലഭ്യം വന്നപ്പോൾ കഴുത്ത് നീട്ടി എന്ത് ചെയ്തു? ഈ ജിറാഫുകൾ കഴുത്ത് വലിയ ജിറാഫുള്ള കഴുത്തായിട്ട് മാറി എന്നാണ് പറയുന്നത്. പക്ഷെ ഡാർവിൻ എന്താ പറയുന്നത്? ഓൺലി ദ ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ് ആൻഡ് ബിക്കം ന്യൂ സ്പീഷ്യസ്, വലിയ കഴുത്തുള്ള ജിറാഫുകൾ മാത്രമാണ് അവിടെ സർവൈവ് ചെയ്ത് പുതിയ ജിറാഫുകൾ ഉണ്ടായുള്ളൂ. ചെറിയ നെക്കുള്ള ജിറാഫുകൾ എന്ത് ചെയ്തു? മരിച്ച് പോയി എന്നാണ് ആര് പറയുന്നത്? ഡാർവിൻ പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യുക? ലാമാർക്കിസത്തിൻ്റെ തിയറി വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എൻവയോൺമെൻറ്റ് കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസംസ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ഓർഗാനിസത്തിലും മാറ്റം ഉണ്ടാവും എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ലാമാർക്ക് പറയുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കഴുത്തുള്ള ജിറാഫുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഫുഡിന്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ചേഞ്ച് ഉണ്ടായി, അതായത് ഫുഡ് കുറഞ്ഞു. അപ്പോൾ ഫുഡ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഓർഗാനിസംസ് അതിനെ അതിജീവിക്കാനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടായത്, വലിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ലാമാർക്ക് പറയുന്നത്. പക്ഷേ ഡാർവിൻ പറയുന്നത് വേറൊരു കോൺസെപ്റ്റാണ്. എൻവയോൺമെൻറ്റ് സെലക്ട് ദി ഫേവറബിൾ വേരിയേഷൻ ഇൻ ഓർഗാനിസംസ്. ഡാർവിനിസത്തിൽ എന്താ സംഭവിച്ചത്, നീളം കൂടിയ കഴുത്തുള്ള ഓർഗാനിസംസ് മാത്രമാണ് അവിടെ സർവൈവ് ചെയ്തത്. അപ്പോൾ എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്യാണ് ഏത് ഓർഗാനിസംസ് അവിടെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ 2 പോയിൻ്റാണ് നമുക്ക് ലാമാർക്കിസത്തിൽ നിന്നും ഡാർവിനിസത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ്, അതായത് ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞത് ലാമാർക്കിസത്തിനെ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിയോ ഡാർവിനിസത്തിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഡാർവിനിസം എന്ന് പറയുന്ന തിയറിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ഡാർവിനിസത്തിൽ പറഞ്ഞത്, പ്രകൃതിയാണ് ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ ആര് ജീവിക്കണം ആര് ജീവിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രകൃതിയാണ്. അതായത് പ്രകൃതിക്ക് ഫേവറബിൾ ആയിട്ടുള്ള, പ്രകൃതിക്ക് യോജിക്കുന്ന ഓർഗാനിസംസ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു തിയറിയാണ് എന്തു പറയുന്നത്, നമ്മുടെ ഡാർവിനിസത്തിൽ പറയുന്നത്. പക്ഷെ ഡാർവിനിൻ്റെ ആ തിയറിയിൽ കുറച്ച് എന്തുണ്ടായിരുന്നു, ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, കുറച്ച് കുറവുകൾ ഉണ്ടായിരുന്നു. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ എങ്ങനെയാണ് വേരിയേഷൻ നടക്കുന്നത്, നമുക്കറിയാം വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അമ്മയിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കുക. ആ വേരിയേഷൻസ് എങ്ങനെയാണ്, പിന്നെ നമ്മുടെ ക്രോമസോംസ്, ജീന്, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കറിയില്ലായിരുന്നു, ഡാർവിൻ്റെ കാലഘട്ടത്തിൽ അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തിയറിയിൽ ഈ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നോക്കിയേ, ജനറ്റിക് റീകോമ്പിനേഷനെ പറ്റിയിട്ട്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് നടക്കുന്ന ജനറ്റിക് റീകോമ്പിനേഷനെ പറ്റിയിട്ട്, ജീൻ ഫ്ലോ ഇതിനൊക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ഡാർവിന് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇത്രയും ഡ്രോബാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഡ്രോബാക്കായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡാർവിൻ്റെ തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ജനറ്റിക്കിനെ പറ്റിയിട്ടും പാലിയന്റോളജിനെ പറ്റിയിട്ടും എൻവയോൺമെൻറ്റൽ സയൻസിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിയോ ഡാർവിനിസത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർവിനിസത്തിനെ കുറച്ചും കൂടി, ഡാർവിൻ്റെ തിയറീനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നിയോ ഡാർവിനിസം എന്ന് വിളിക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ക്രിറ്റിസിസം ബിക്കോസ് ചാൾസ് ഡാർവിൻ ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ ജനറ്റിക് ബേസിസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. അതായത് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ, അതായത് ഡാർവിൻ്റെ എവല്യൂഷൻ്റെ തിയറിക്ക് ഒരുപാട് കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റങ്ങൾ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഡാർവിൻ ഒരു തിയറി പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള പ്രധാന കാരണം എന്താണ്, അതിൽ അദ്ദേഹത്തിൻ്റെ ജനറ്റിക് ബേസിസിനെ പറ്റിയിട്ട്, അതായത് ജനറ്റിക് ബേസിസിനെ പറ്റിയിട്ടുള്ള ഒരു കാരണവും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഉണ്ടായിരുന്നില്ല. അതായത് വേരിയേഷനെ പറ്റിയിട്ട് ഇൻഹെറിറ്റൻസിനൊക്കെ പറ്റിയിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. However, with the discovery of Graham Mendel and the concept about chromosomes and gene, it was recognized that the course of variation that lead to evolution and were genetic changes, genetic recombination during sexual reproduction and gene flow. അതിനുശേഷം നമ്മുടെ ഗ്രഹർ ജൊഹാൻ മെൻഡൽ വന്നു അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അദ്ദേഹം ക്രോമസോംസിനെ പറ്റിയിട്ടും DNA പറ്റിയിട്ടും പിന്നെ വേരിയേഷൻസ് എങ്ങനെയുണ്ടാവുന്നത് അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളാണ് എവല്യൂഷനിൽ
കാരണമാകുന്നത് എന്ന് പഠിക്കാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ലേറ്റർ ഡാർവിനിസം ബിക്കം അൺക്രിറ്റിക്കലി റാഷണലൈസ്ഡ് ആസ് മോർ എവിഡൻസ് ആൻഡ് ഫർദർ സ്റ്റഡീസ് ഫ്രം ദി ഫീൽഡ് ഓഫ് population of genetics, paleontology, environmental science, etc. were added to Darwinism to form a neo-Darwinism. അപ്പോൾ ഡാർവിനെ അവതരിപ്പിച്ച തിയറിയിൽ കുറേയൊക്കെ ക്രിറ്റിസൈസ് ചെയ്ത ഫീൽഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ജെനറ്റിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, അതായത് ജെനറ്റിക്സിനെ പറ്റിയിട്ട് പാലിയന്റോളജി, എൻവയോൺമെന്റൽ സയൻസ് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഡാർവിനിസത്തിനെ പുതിയൊരു രൂപത്തിലോട്ടേക്ക് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നിയോ ഡാർവിനിസം എന്ന് വിളിക്കുക. അപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തിയറീസിനെ പറ്റിയിട്ടാണ്, അതായത് എവല്യൂഷൻ്റെ തിയറീസിനെ പറ്റിയിട്ടാണ്. നമുക്ക് ലാമാർക്കിസത്തിനെയും പറ്റിയിട്ട് പഠിക്കാനുണ്ടായിരുന്നു, ഡാർവിനിസത്തിനെയും പറ്റിയും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എവല്യൂഷണറി തിയറീസ് നമുക്ക് 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ എവല്യൂഷൻ, നമുക്കറിയാം പൂർവികരിൽ നിന്നാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്തത്, എവല്യൂഷൻ നടന്നിട്ട് നമ്മൾ ഉണ്ടായി വന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാർട്ട് പോലെയുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എവല്യൂഷണറി ട്രീ. അതായത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ഒരു എവല്യൂഷണറി ട്രീ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ട്രീ പോലെ ഇങ്ങനെ നമ്മൾ ബ്രാഞ്ചൊക്കെ വരച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എവല്യൂഷണറി ട്രീ എന്ന് വിളിക്കുക. അപ്പോൾ എവല്യൂഷണറി ട്രീ എന്താണെന്ന് നമ്മൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. എവല്യൂഷണറി ട്രീ ഈസ് ലൈക്ക് എ ഫാമിലി ട്രീ ഫോർ അനിമൽസ്, പ്ലാന്റ്സ് ഓർ ലിവിങ് തിങ്സിന്, അതേപോലെ തന്നെ പ്ലാന്റ്സിന്, അനിമൽസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാമിലി ട്രീ പോലത്തെ. അതായത് നമ്മളിപ്പോൾ ട്രീസ് വരച്ചിട്ട്, ഇപ്പോൾ ഇതൊരു മരം വരച്ചിട്ട് ഈ മരത്തിൻ്റെ ഓരോ ചില്ലകളിലും ഇങ്ങനെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഈ മരത്തിൻ്റെ ഈ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അറ്റത്ത് അതിൻ്റെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവും. ഈ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് എമേർജ് ചെയ്ത് വരുന്ന ഓർഗാനിസത്തിനെ നമ്മൾ ഓരോ ചില്ലകളിൽ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ മരത്തിനെ പോലെ തന്നെ വരയ്ക്കുന്ന ഒരു ഡയഗ്രം പോലെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എവല്യൂഷണറി ട്രീ എന്ന് വിളിക്കുക. അപ്പോൾ ഈ എവല്യൂഷണറി ട്രീ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓർഗാനിസംസ് ഏതൊക്കെ ജീവിയിൽ നിന്നാണ് ഇവോൾവ് ചെയ്തു വന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. ഇറ്റ് ഷോ how different species are related and who come from whom over a long time. അതായത് എങ്ങനെയാണ് 2 ഡിഫറെൻറ്റ് ഓർഗാനിസംസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നും പിന്നെ അവരെങ്ങനെയാണ് ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് പറയും, ഈ എവല്യൂഷണറി ട്രീ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഐഡിയ നൽകുമെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു എവല്യൂഷണറി ട്രീ ആണ്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു എവല്യൂഷണറി ട്രീ ആണ്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു പോയിൻ്റാണ് എന്താണ് LUCA ആൻഡ് എന്താണ് MRCA. അപ്പോൾ LUCAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്നാണ് അർത്ഥം. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഇനി MRCA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. അപ്പോൾ LUCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്ററും MRCA എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററും എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണ് ഇനി ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്ററും അതേപോലെ തന്നെ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററും എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഡയഗ്രത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് LUCAനെ പറ്റിയിട്ടാണ്. എന്താണ് LUCA? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്നാണ് LUCA. അപ്പോൾ LUCA എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അമ്മ എന്ന് പറയാൻ പറ്റും. അതായത് ഭൂമി ഇവോൾവ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഓർഗാനിസത്തിനെ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കൗതുകത്തോടെ ചോദിക്കാറുള്ളതാണല്ലേ, നമ്മളെ ആരിന്നായിരിക്കും ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക, അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഓർഗാനിസംസ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഓർഗാനിസമാണ് LUCA എന്ന് പറയുന്നത്.
അതായത് ആരിൽ നിന്നാണ് നമ്മൾ അനിമൽസും നമ്മുടെ ഹ്യൂമൻസും നമ്മുടെ പ്ലാന്റ്സും ഈവൻ ബാക്ടീരിയ പോലും ആ ഒരു സിമ്പിളായിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓർഗാനിസം, ജീവനുള്ള ഓർഗാനിസം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, LUCA എന്ന് വിളിക്കാം. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അത് LUCA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയില്ല. LUCA എന്ന് പറയുന്നത് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്, അതായത് നമുക്കൊന്ന് ഊഹിക്കാൻ മാത്രം പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ LUCA അതായത് ആദ്യം ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഓർഗാനിസം, ആ ഓർഗാനിസത്തിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ വീണ്ടും ആ ഓർഗാനിസത്തിൽ നിന്ന് മക്കളുണ്ടാവും, പിന്നെ ആ മക്കളിൽ നിന്ന് വേറെ മക്കളുണ്ടാവും, അങ്ങനെയല്ല വരിക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു അച്ഛൻ, അതായത് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ള, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പൂർവികൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ LUCA എന്ന് വിളിക്കുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ലിവിങ് ഓർഗാനിസം, നമ്മുടെ ഭൂമിയിൽ ആദ്യം ഉണ്ടായ ലിവിങ് ഓർഗാനിസം, ഫ്രം വിച്ച് ഓൾ ലൈഫ് ഓൺ എർത്ത് ആസ് ഇവോൾവ്ഡ്. അവനിൽ നിന്നാണ് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ലൈഫും എന്ത് ചെയ്തിട്ടുള്ളത്, ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, അനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് ഈവൻ ബാക്ടീരിയ. ബാക്ടീരിയ പോലെ അടക്കം അനിമൽസും പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉണ്ടായത് ആരിൽ നിന്നായിരിക്കും, ആ ഒരാളിൽ നിന്നായിരിക്കും. കാരണം നമുക്ക് ജീവൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവന് കാരണമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, LUCA എന്ന് വിളിക്കുക. ഇനി നമുക്ക് ആ ഡയഗ്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് നോക്കിയേ, ഈ ഡയഗ്രത്തിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതാണ് നമ്മുടെ LUCA എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാവരുടെയും കോമൺ ആൻസസ്റ്റർ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയയുടെയും ആർക്കിയയുടെയും പ്രോട്ടിസ്റ്റയുടെയും പ്ലാന്റിൻ്റെയും ഫംഗസിൻ്റെയും അനിമൽസിൻ്റെയും ഇവരെല്ലാവരും വന്നത് ആരിൽ നിന്നാണ്, നമ്മുടെ ഈ LUCA നിന്നാണ്. അപ്പോൾ എല്ലാവരുടെയും കോമൺ ആൻസിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, LUCA എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫംഗി, അനിമൽസ്, ഇവരെല്ലാവരും വന്നത് എവിടെ നിന്നാണ്, ഈ LUCA എന്ന് പറയുന്ന നമ്മുടെ ആൻസിസ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, MRCA ആണ്. MRCAയുടെ ഫുൾ ഫോം എന്താണ്, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്നാണ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ മോസ്റ്റ് റീസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലേറ്റസ്റ്റ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കാം, MRCA എന്ന് വിളിക്കാം. അതായത് മോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻസിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, MRCA എന്ന് വിളിക്കാം. അപ്പോൾ MRCA എന്ന് പറയുന്നത് നമുക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാവും. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ MRCA നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗസിൻ്റെയും അനിമൽസിൻ്റെയും രണ്ടിൻ്റെയും മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഫംഗസിനും അനിമൽസിനും ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ ആൻസിസ്റ്ററിൽ നിന്നാണ് ഫംഗസും ഉണ്ടായത്, അനിമൽസും ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻസിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, MRCA എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഫംഗസ്, അനിമൽസ്, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ, ഇത് നാലെണ്ണത്തിനും കോമൺ ആയിട്ട് ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ, അതായത് മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ആൻസിസ്റ്റർ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് കാണുന്ന ആൻസിസ്റ്റർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ സിമ്പിൾ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു അച്ഛനിൽ നിന്നാണ് നമുക്ക് 2 മക്കൾ ഉണ്ടായെന്ന് വിചാരിക്കുക. അതായത് കാണിച്ചു തരാം, എളുപ്പത്തിൽ പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറയും. ഇപ്പോൾ ഇതൊരച്ഛൻ, ഈ അച്ഛനിൽ നിന്ന് 2 മക്കളുണ്ടായി. ഇവരുടെ 2 പേരുടെയും ഏറ്റവും അടുത്തുള്ള കോമൺ ആൻസിസ്റ്റർ അല്ലേ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത്. പക്ഷെ LUCA ആരായിട്ടാണ് വരിക, നമ്മുടെ അച്ഛൻ്റെ അങ്ങനെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഓർഗാനിസംസ്. അപ്പോൾ MRCA എന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മുടെ ഏറ്റവും തൊട്ട് മുമ്പുള്ള പൂർവികൻ, അതായത് നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ നമ്മുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും തൊട്ട് മുമ്പിലുള്ള ആരെന്ന് പറയുന്നത് ഒരു പൂർവികൻ എന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ആരായിരിക്കും വരിക, അച്ഛൻ്റെ അച്ഛനായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ തൊട്ട് മുമ്പ് ഏറ്റവും അടുത്തുള്ള പൂർവികനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, MRCA എന്ന് വിളിക്കുക. പിന്നെ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഏറ്റവും ഫസ്റ്റ് ജീവൻ ഉണ്ടായിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് LUCA എന്ന് വിളിക്കുക. അപ്പം അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. നോക്കി, ആർക്കിയ ആൻഡ് യൂക്കാരിയ ഷെയർ കോമൺ ആൻസിസ്റ്റർ ദാറ്റ് ബാക്ടീരിയ ഡു നോട്ട്. അതായത് ഇവിടെ എന്താ പറയുന്നത്, ആർക്കിയ, അതായത് ഇവിടെ ആർക്കിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ ഒരു ഗ്രൂപ്പാണ്. ആർക്കിയയും യൂക്കാരിയയും, അതായത് ഇതാണ് നമ്മുടെ യൂക്കാരിയ. ഈ ആർക്കിയയും യൂക്കാരിയയ്ക്കും ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ട്. പക്ഷെ ആർക്കില്ല, ബാക്ടീരിയയ്ക്കില്ല. കാരണം ആർക്കിയ എങ്ങനെയാണ് പോകുന്നത്, യൂക്കാരിയ എങ്ങനെയാണ് പോകുന്നത്, ബാക്ടീരിയയ്ക്ക് ഇങ്ങനെയാണ് വേറൊരു ആൻസിസ്റ്ററിലോട്ടേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. പിന്നെ എന്തുണ്ട്, പ്രോട്ടിസ്റ്റയ്ക്ക്, പ്ലാന്റിന്, ഫംഗസിന്, അനിമൽസ്, ഇതെല്ലാത്തിനും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർക്കിയ, യൂക്കാരിയ ഷെയർ കോമൺ ആൻസിസ്റ്റർ ദാറ്റ് ബാക്ടീരിയ ഡു നോട്ട്. പക്ഷേ ബാക്ടീരിയയ്ക്ക് ഒരു കോമൺ ആൻസിസ്റ്റർ കാണാൻ പറ്റില്ല. പക്ഷേ പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫംഗസ്, അനിമൽസ് ഇവർക്കും എന്തുണ്ട്, ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത്, ഏതൊക്കെ ഓർഗാനിസത്തിൽ നിന്നാണ് ആരൊക്കെ ഉണ്ടായത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു നമ്മുടെ എവല്യൂഷണറി ട്രീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ LUCA എന്താണെന്ന് പഠിക്കുക, പിന്നെ MRCA എന്താണെന്ന് പഠിക്കുക. അത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ LUCA എന്താണെന്ന് പഠിക്കുക, MRCA എന്താണെന്നും പഠിക്കാം. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്താം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.